അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന വഅഖവാതുഹ ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല എന്നീ 6 ഹർഫുകളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ തന്നെ ആദ്യത്തെ 2 ഹർഫുകൾ ഇന്ന, അന്ന എന്നീ ഹർഫുകളിലെ ഹംസക്ക് ഫത്ഹാണോ കസ്റാണോ നൽകേണ്ടത് എന്നുള്ള ചർച്ചയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, അല്ലേ? ഏതായാലും അന്ന എന്ന് ആ ഹംസക്ക് ഫത്ഹ നൽകേണ്ട സന്ദർഭം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ആ ഹർഫിൻ്റെ ഇസ്മിനെയും ഖബറിനെയും ഒരു മസ്തറായിട്ട് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ അന്ന എന്നായിട്ടാണ് വായിക്കേണ്ടത്. ഇനി അങ്ങനെ പറ്റുന്നില്ല എങ്കിലോ അവിടെ ഇന്ന എന്നായിട്ടാണ് ഹംസക്ക് കസ്റ നൽകിയിട്ടാണ് വായിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു 6 സന്ദർഭങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലുള്ള പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഫക്സിർ ഫിൽ ഇബ്തീദ. അതായത് ഒരു ജുംലയുടെ തുടക്കത്തിൽ ഈ ഹർഫ് വരികയാണ് എങ്കിൽ അവിടെ ഇന്ന എന്നാണ് ഹംസക്ക് കസ്റ നൽകിയിട്ടാണ് വായിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്തിൽ ഈ ഹർഫ് വരികയാണെങ്കിൽ ആ ഹർഫിന് അന്ന എന്നും ഇന്ന എന്നും ഹംസക്ക് ഫത്ഹും കസ്റും നൽകിയിട്ട് വായിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. അത്തരത്തിലുള്ള അല്പം ചില സന്ദർഭങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഏതായാലും കിതാബിലേക്ക് നോക്കുക, ആ ബൈത്തൊന്ന് നമുക്ക് പാടി നോക്കാം. ബഅദ ഇദാ ഫുജാഅത്തിൻ ഔ ഖാസമി لا لام بعده بوجهين نمي مع تلو فالجازى وذا يطارد في نحو خير القول إني أحمد. ഓക്കെ, ഏതായാലും നമുക്ക് ആദ്യം ഷറഹ് ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ബൈത്ത് അർത്ഥം വെക്കാം. ഓക്കെ, ഏതായാലും ഷറഹിലേക്ക് നോക്കുക. യാനി മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്നു അന്നഹു യജൂസു ഫത്ഹു ഇന്ന വ കസ്റുഹ. ഇന്ന എന്നുള്ള കലിമത്തിന് ഫത്ഹ് നൽകലും കസ്ർ നൽകലും ജായിസാണ് എന്ന് പറഞ്ഞാൽ ആ ഇന്ന എന്നുള്ള കലിമത്തിലെ ഹംസയെക്കുറിച്ചാണ് ചർച്ച കേട്ടോ. അപ്പോൾ ആ ഹംസക്ക് ഫത്ഹും കസ്റും നൽകൽ ജായിസാണ്. ഇദാ വഖഅത, ഈ കലിമത്ത് ഇന്ന എന്നുള്ള കലിമത്ത് സംഭവിക്കുകയാണെങ്കിൽ ബഅദ ഇദൽ ഫുജാഇയത്തി. ഓക്കെ, ഇദൽ ഫുജാഇയക്ക് ശേഷം ഇദാ എന്നുള്ളതിനെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരർത്ഥം എന്താണ്? നമുക്കെല്ലാം പരിചയമുള്ള ആയാൽ, ഇദാ ജാ സെയ്ദുൻ, സെയ്ദ് വന്നാൽ എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഇദാ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇദൽ ഫുജാഇയ, ഫുജാഅത്തിൻ്റെ അർത്ഥത്തിലുള്ള ഇദാ എന്നാണ്. ഫുജാഅത്ത് എന്ന് പറഞ്ഞാൽ പൊടുന്നനെ, ഉടനെ തന്നെ, അപ്പോഴേക്കും എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇദാ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇദൽ ഫുജാഇയ എന്ന് പറയാറുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ഇദാ എന്നുള്ളതിന് ശേഷം ഈ കലിമത്ത് വരികയാണെങ്കിൽ ഇന്ന അല്ലെങ്കിൽ അന്ന എന്ന് വരികയാണ് എങ്കിൽ അവിടെ 2 രൂപത്തിലും നമുക്ക് വായിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നഹ്വു അതിൻ്റെ ഒരു ഉദാഹരണം, ഖറജതു ഫഇദാ ഇന്ന സെയ്ദൻ ഖായിമുൻ. ഓക്കെ, ഖറജതു ഞാനങ്ങ് പുറത്തിറങ്ങി, അപ്പോഴേക്കും ഫഇദാ പൊടുന്നനെ ഇന്ന സെയ്ദൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇവിടെ ഫഇദാ ഇന്ന സെയ്ദൻ ഖായിമുൻ എന്നും വായിക്കാം, അന്ന സെയ്ദൻ ഖായിമുൻ എന്നും വായിക്കാം. ഓക്കെ, നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ് 2 വായിക്കുന്നതിൻ്റെയും ന്യായങ്ങൾ. ഓക്കെ, അന്ന എന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ സെയ്ദൻ ഖായിമുൻ എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് സങ്കല്പിക്കാൻ കഴിയണം? ഒരു മസ്തറായിട്ട് സങ്കല്പിക്കാൻ കഴിയണം. അത് സാധിക്കുന്നുമുണ്ട്. ഖിയാമു സെയ്ദിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ അന്ന എന്ന് വായിക്കാൻ പറ്റുന്നത്. അന്ന സെയ്ദൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ ഖിയാമു സെയ്ദിൻ എന്നത് അതിനെ നമുക്ക് സങ്കല്പിക്കാമല്ലോ. അപ്പോൾ നമുക്കവിടെ ഒരു ഖബറിനെ സങ്കല്പിക്കേണ്ടി വരും. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് പറയാം. ഓക്കെ, ഇനി അവിടെ ഇന്ന എന്ന് വായിക്കുന്നവരുടെ ന്യായം എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ആ ഹർഫിൻ്റെ ഹംസക്ക് കസ്ർ നൽകാൻ എപ്പോൾ ജായിസാണ്? അത് ഒരു ജുംലയുടെ തുടക്കത്തിൽ വരികയാണെങ്കിൽ ജായിസാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന സെയ്ദൻ ഖായിമുൻ എന്നുള്ളതിന് ഒരു ജുംലയായിട്ട് പരിഗണിക്കുകയാണ് എങ്കിൽ ആ ജുംലയുടെ തുടക്കത്തിലാണല്ലോ ഈ ഇന്ന എന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് കസ്റും നൽകാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഓക്കെ, ഏതായാലും അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഫമൻ കസറഹ, അപ്പോൾ ഇവിടെ ഇന്ന എന്നുള്ളതിനിക്ക്, അതായത് അതിൻ്റെ ഹംസക്ക് കസ്റ നൽകിയവർ, ജഅലഹ ജുംലത്തൻ,
അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ തന്നെ ഒരു ജുംലയാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന സെയ്തൻ ഖായിമുൻ എന്നുള്ളതൊരു ജുംലയാണ്, അതിൻ്റെ തുടക്കത്തിലാണ് ഇന്ന എന്നത് വന്നിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. വത്തഖ്ദീറു, അവരുടെ അടുക്കൽ ഇതിൻ്റെ സങ്കല്പം എന്താണ്, ഖറജതു ഫഇദാ സെയ്ദുൻ ഖായിമുൻ എന്നാണ്. അപ്പോൾ സെയ്ദുൻ ഖായിമുൻ എന്നുള്ള ജുംലയാണ് ഇന്ന സെയ്ദൻ ഖായിമുൻ എന്നതിലേക്ക് മാറിയത്. അതുകൊണ്ട് ആ ജുംലയുടെ തുടക്കത്തിലാണ് ഇന്ന എന്ന് വന്നത് എന്നതിനാൽ തന്നെ ഇന്ന എന്ന് ഹംസക്ക് കസ്ര നൽകാവുന്നതാണ്. എന്നാൽ ഒമൻ ഫതഹഹ, ഇനി അന്ന എന്ന് വായിക്കുന്നവരോ ജഅലഹ, ആ ഹർഫിനെ ആക്കി, ആ കെലിമത്തിനെ ആക്കി, മഅസിലതിഹ, ആ കെലിമത്തിനോട് ചേർന്ന് വരുന്ന കാര്യത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ സെയ്ദൻ ഖായിമുൻ എന്നുള്ള ആ ഇസ്മിൻ്റെയും ഖബറിനോടും ഒപ്പം ആ കെലിമത്തിനെ ആക്കി മസ്തറൻ, ഒരു മസ്തറാക്കി മാറ്റി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിനെ ഒരു മസ്തറായിട്ട് സങ്കല്പിക്കാൻ കഴിയും എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് അതിന് ചില ആളുകൾ എന്ത് നൽകിയിട്ടുള്ളത്, അന്ന എന്ന് വായിച്ചിട്ടുള്ളത് എന്നർത്ഥം. വഹുവ മുബ്തദഉൻ, അങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്ന മസ്ദർ എന്തായിരിക്കും, മുബ്തദ ആയിരിക്കും. ഖബറുഹു ഇദൽ ഫുജായിയ, അതിൻ്റെ ഖബർ എന്തായിരിക്കും, ഇദൽ ഫുജായിയ ആയിരിക്കും, ഉടനെ എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഇദാ എന്നുള്ളതായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ വതഖ്ദീറു, ഇവിടെ നമുക്ക് ലഭിക്കുന്ന സങ്കല്പം എന്തായിരിക്കും, ഖറജതു ഫഇദാ ഖിയാമു സെയ്ദിൻ എന്നായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫഇദാ ഖിയാമു സെയ്ദിൻ എന്നുള്ളിടത്ത് ഖിയാമു സെയ്ദിൻ എന്നുള്ളത് എന്താണ്, മുബ്തദ ആണ്, അതിൻ്റെ ഖബറായിട്ടാണ് ഇദാ എന്നുള്ളത് മുന്തി വന്നിട്ടുള്ളത്. ഇദാ എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ എന്താകും, ഐ ഫഫിൽ ഹളറത്തി ഖിയാമു സെയ്ദിൻ, ഞാൻ അങ്ങ് പോയപ്പോൾ അവിടെ തന്നെ സന്നിധാനത്തിൽ ആരുണ്ടായിരുന്നു, ഖിയാമു സെയ്ദിൻ ഉണ്ടായിരുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫിൽ ഹളറത്തി എന്ന അർത്ഥത്തിലുള്ള ഇദാ എന്നുള്ളത് ഖബറും മുഖദ്ദമാണ്, ഖിയാമു സെയ്ദിൻ എന്നുള്ളത് മുബ്തദഉമാണ് എന്നുള്ള രൂപത്തിലാണ് അവർ വെക്കുന്നത്. അന്ന എന്ന് ഹംസക്ക് ഫത്ഹ് നൽകിയവർ വെക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അവരുടെ അഭിപ്രായത്തിൽ തന്നെ ഇവിടെ മറ്റൊരു രൂപത്തിലും നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. വയജൂസു ജായിസാണ് അയ്യക്കൂനൽ ഖബർ മഹ്ദൂഫൻ, ഇവിടെ ഖിയാമു സെയ്ദിൻ എന്നുള്ളത് മുബ്തദ ആണ്, എന്നാൽ അതിൻ്റെ ഖബർ കളയപ്പെട്ടതാണ് എന്ന് നമുക്ക് വെക്കാവുന്നതാണ്. വതഖ്ദീറു ഖറജതു ഫഇദാ ഖിയാമു സെയ്ദിൻ മൗജൂദുൻ. ഓക്കെ, മൗജൂദുൻ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഖബർ ഉണ്ടായിരുന്നത്, എന്നാൽ അത് കളയപ്പെട്ടതാണ് എന്നുള്ള രൂപത്തിലും നമുക്ക് അന്ന എന്ന് വായിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കി, ഇന്ന എന്ന് വായിക്കുന്നവരുടെ അഭിപ്രായ പ്രകാരം അത് തന്നെ ഒരു ജുംലയുടെ തുടക്കത്തിലാണ് വരുന്നത്. ഇനി അന്ന എന്ന് വായിക്കുന്നവരാണെങ്കിലോ അവരുടെ അഭിപ്രായ പ്രകാരം അതിന് ശേഷമുള്ളതിന് ഒരു മസ്തറായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിന് ശേഷം ഒരു ഖബറിനെ അല്ലെങ്കിൽ മുമ്പ് ഇദാ എന്നുള്ള കലിമത്തിന് ഖബറായിട്ടും വെക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും വമിമ്മാ ജാഅ ബിൽ വജ്ഹൈനി, ഇങ്ങനെ രണ്ട് രൂപത്തിലും ഇന്ന എന്നും അന്ന എന്നുമുള്ള രണ്ട് രൂപത്തിൽ വന്നതിൽ പെട്ടതാണ് ഖൗലുഹു, ഷാഇറിൻ്റെ ഖൗല്. ഷാഇർ പാടുന്നു, വകുന്തു ഉറാ സൈദൻ കമാ ഖീല സയ്യിദാ ഇദാ അന്നഹു അബ്ദുൽ ഖഫാ വല്ലഹാസിമി. ഓക്കെ, കവി ഇവിടെ സെയ്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. വകുന്തു, ഞാൻ ആയിരുന്നു, ഉറ, ഞാൻ മനസ്സിലാക്കപ്പെട്ടിരുന്നു. അതായത് ആരൊക്കെയോ പറഞ്ഞു ഞാനിങ്ങനെ മനസ്സിലാക്കിയിരുന്നു. എന്ത്, നമുക്കറിയാം റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് മാത്രമല്ല, മറിച്ച് മനസ്സിലാക്കി, അറിഞ്ഞു എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലുള്ള ഉറ എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ വകുന്തു ഉറ, ഞാൻ മനസ്സിലാക്കപ്പെട്ടിരുന്നു, സെയ്ദൻ, സെയ്ദിനെ മനസ്സിലാക്കപ്പെട്ടിരുന്നു, കമാ ഖീല, പറയപ്പെടുന്നത് പോലെ. അപ്പോൾ ആളുകളൊക്കെ പറയാറുണ്ട് സെയ്ദിനെ കുറിച്ച്, അതുപോലെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്ത്, സയ്യിദൻ, ഒരു നല്ല നേതാവായിട്ട്. അപ്പോൾ സെയ്ദ് എന്ന് പറയുന്നത് നല്ല പക്വതയൊക്കെയുള്ള, നേതൃത്വ ഗുണമൊക്കെയുള്ള നേതാവായിട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇതാ, അപ്പോഴേക്കും. ഓക്കെ, ഇതാ ഇവിടെ ഫുജാഅത്തിൻ്റെ അർത്ഥത്തിലുള്ളതാണ്. ഇതാ, അപ്പോഴേക്കും, അന്നഹു, ആ സെയ്ദ് എന്നുള്ളവർ, അബ്ദുൽ ഖഫാ വല്ലഹാസിമി. ഓക്കെ, ഖഫ എന്ന് പറഞ്ഞാൽ പിരടിക്കാണ് പറയുക. ഓക്കെ, സാധാരണഗതിയിൽ ആളുകൾ നീചന്മാരെയൊക്കെ അടിക്കാറുള്ള സ്ഥലമാണല്ലോ പിരടി എന്നുള്ളത്. അപ്പോൾ അബ്ദുൽ ഖഫ എന്ന് പറഞ്ഞാൽ പിരടിയുടെ അടിമ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്, പിരടിയിൽ ഇടയ്ക്കിടയ്ക്ക് അടി ലഭിക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിലാണ്. വല്ലഹാസിമി, ലഹാസിമ് എന്ന് പറഞ്ഞാൽ കവിളത്തെ എല്ലിനാണ് പറയുക. അതായത് നമ്മുടെ ചെവിക്ക് താഴെയുള്ള ഒരു പൊന്തി നിൽക്കുന്ന എല്ലുണ്ടാകും, അതിനെക്കുറിച്ചാണ് ലഹാസിമി എന്ന് പറയുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് കവിളത്തും പിരടിയിലും അടി ലഭിക്കുന്നവനാണ് സെയ്ദ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നാണ്
എന്നാണ് ഇവിടെ ആര് പറഞ്ഞത്? ഷായർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇവിടെ ഇദൽ ഫുജായിയക്ക് ശേഷം അന്ന എന്നും വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഇന്ന എന്നായിട്ടും വായിക്കാവുന്നതാണ്. അതാണ് അടുത്തത്. റുവിയ ബി ഫത്ഹി അന്ന വ കസ്രിഹ. ഓക്കെ, അന്ന എന്നും ഇന്ന എന്നുമായിട്ട് ഈ ബൈത്ത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫമൻ കസറഹ, ഇന്ന എന്ന് വായിച്ചവർ ജഅലഹ ജുംലത്തുൽ മുസ്തഇനിഫത്തൻ, അവർ അതിനെ തന്നെ, അതായത് ഇന്ന എന്നുള്ള കലിമത്ത് അതിൻ്റെ ഇസ്മ ഖബറോട് കൂടെ അതിനെ ഒരു തുടങ്ങിയിട്ടുള്ള, അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ജുംലയാക്കി മാറ്റിയിരിക്കുന്നു. വതഖ്ദീറു ഇദാ ഹുവ അബ്ദുൽ ഖഫാ വൽ ഹാസിമി എന്നാണ്. അപ്പോൾ ഈ ഒരു ജുംലയുടെ തുടക്കത്തിലാണ് ഇന്ന എന്ന് വന്നതുകൊണ്ട് തന്നെ അവർ അതിനെ ഇന്ന എന്ന് ഹംസക്ക് കസ്ര നൽകിയിട്ട് വായിച്ചു എന്നർത്ഥം. ഓക്കെ, ഇനി വമൻ ഫതഹഹ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഫത്ഹ് നൽകിയവരോ ജഅലഹ മസ്തറൻ മുബ്തദഅൻ, അതിനെ മുബ്തദ ആയിട്ടുള്ള ഒരു മസ്തറായിട്ട് സങ്കല്പിച്ചു. വഫീ ഖബരിഹിൽ വജ്ഹാനി സാബിഖാനി എന്നുള്ളതുപോലെ അതിൻ്റെ ഖബർ എന്തായിരിക്കും എന്നുള്ള വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് രൂപങ്ങളുണ്ടാകും. ഒന്നുകിൽ ഇദാ എന്നുള്ളതിനെ ഖബർ മുഖദ്ദമായിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ മൗജൂദത്തുൻ എന്നുള്ള ഒരു ഖബറിനെ നമുക്ക് ശേഷം സങ്കല്പിക്കാവുന്നതുമാണ് എന്നർത്ഥം. വതഖ്ദീറു അലൽ അവ്വലി, ഒന്നാമത്തെ വജ്ഹ് പ്രകാരമുള്ള സങ്കല്പം എന്താണ്? ഫഇദാ ഉബൂദിയ്യതുഹു ഐ ഫഫിൽ ഹളറത്തി ഉബൂദിയ്യതുഹു എന്നായിരിക്കും ഇദാ എന്നുള്ളതിനെ നമ്മൾ ഖബറാക്കുകയാണെങ്കിൽ. വഅലസാനി, ഇനി രണ്ടാമത്തെ വജ്ഹ് പ്രകാരം ഫഇദാ ഉബൂദിയ്യതുഹു മൗജൂദത്തുൻ എന്നായിരിക്കും. ആ മൗജൂദത്തുൻ എന്നുള്ള ഖബർ കളയപ്പെട്ടതാണ് എന്ന് നമുക്ക് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്ഥലം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ഇദൽ ഫുജായിയക്ക് ശേഷം ഈ ഹർഫ് വരികയാണെങ്കിൽ അവിടെ അന്ന എന്നും ഇന്ന എന്നും വായിക്കാവുന്നതാണ്. ഇനി അടുത്ത സന്ദർഭം നോക്കാം. വകദ, ഇപ്രകാരം തന്നെ യജൂസ് ഫത്ഹു ഇന്ന വകസ്റുഹ, അന്ന എന്നും ഇന്ന എന്നും വായിക്കാവുന്നതാണ്. ഇദാ വഖഅത്ത് ജവാബ ഖസമിൻ. ഓക്കെ, ഈ കലിമത്ത് ഒരു ഖസമിൻ്റെ ജവാബിലായിട്ട് സംഭവിക്കുകയാണ് എങ്കിൽ, ഖസം എന്ന് പറഞ്ഞാൽ സത്യമിട്ട് പറയുന്നതിനെ കുറിച്ചാണ് പറയാം. എന്നാൽ അതിനോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. വലൈസ ഫീ ഖബരിഹൽ ലാമു, എന്നാൽ അതിൻ്റെ ഖബറിലായിട്ട് ലാമ് വന്നിട്ടുമില്ല. ഓക്കെ, ലാമ് വരുന്ന ഖസമിൻ്റെ ജവാബിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. അവിടെ ഇന്ന എന്ന് മാത്രമേ വായിക്കാവൂ എന്ന്. എന്നാൽ ഖസമിൻ്റെ ജവാബിലായിട്ട് ഈ ഹർഫ് വരുന്നു, എന്നാൽ അതിൻ്റെ ഖബറിൽ എന്തില്ല താനും? ലാമ് ഇല്ല താനും. അങ്ങനെയെങ്കിൽ നമുക്കവിടെ ഇന്ന എന്നും അന്ന എന്നും വായിക്കാവുന്നതാണ്. നഹ്വു ഹലഫ്തു അന്ന സൈദൻ ഖായിമുൻ ബിൽ ഫത്ഹി വൽ കസ്രി. ഓക്കെ, ഹലഫ്തു ഇന്ന സൈദൻ ഖായിമുൻ എന്നും അന്ന സൈദൻ ഖായിമുൻ എന്നും വായിക്കാവുന്നതാണ്. ഹലഫ്തു, ഞാൻ സത്യമിടുന്നു. അപ്പോൾ അതവിടെ ഒരു ഖസമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷമുള്ള അന്ന എന്നും ഇന്ന എന്നും വായിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഖായിമുൻ എന്നുള്ള ആ ഖബറിൽ ലാമ് വന്നിട്ടില്ല. ഓക്കെ, വഖദ് റുവിയ ബിൽ ഫത്ഹി വൽ കസ്രി, ഇങ്ങനെ ഒരു സത്യത്തിന് ശേഷം ഇന്ന എന്നും അന്ന എന്നും റിവായത്ത് ചെയ്യപ്പെട്ടതിൽ ഉള്ളതാണ്. വഖദ് റുവിയ, തീർച്ചയായിട്ടും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിൽ ഫത്ഹി വൽ കസ്രി, ഫത്ഹ് കൊണ്ടും കസ്ർ കൊണ്ടും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖൗലുഹു, ഷായറിൻ്റെ ഖൗല്. ഓക്കെ, ഇവിടെ ഷായർ എന്നുള്ളത് റുഅബത്ത് ബിനുൽ അജാജ് എന്നുള്ള വ്യക്തിയാണ് എന്നും അല്ല ഒരു സാധാരണ അറാബിയാണ് എന്നുമുള്ള ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും ഒരു ബൈത്ത് നമുക്കൊന്ന് പാടി നോക്കാം. ഓക്കെ, لتقعدن مقعد القاصي مني ذي القاذورة المقلي أو تحلفي بربك العالي അന്നി അബൂദയ്യാലിക്ക് സ്വാബിയേ. ഓക്കെ, ഈ അറാബി എന്നുള്ളത് കുറച്ച് നാളത്തേക്ക് സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി അവിടെ കുറേ കാലം താമസിച്ചു. ഓക്കെ, അങ്ങനെ തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ഒരു കുട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അറാബിക്ക് വല്ലാത്ത ഡൗട്ടായി. അതായത് ഈ കുട്ടി തൻ്റേതല്ല, ഈ തൻ്റെ ഭാര്യ താൻ പോയ തക്കം നോക്കിയിട്ട് മറ്റൊരാളുമായിട്ട് വ്യഭിചരിച്ചുണ്ടായിട്ടുള്ള കുട്ടിയാണ് എന്ന്. അങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയോട് പറയാണ്, ലതഖഉദിന്ന മഖഅദൽ ഖാസിയ്യി. ഓക്കെ, ലതഖഉദിന്ന, തീർച്ചയായിട്ടും നീ ഇരിക്കുക തന്നെ ചെയ്യും. മഖഅദൽ ഖസിയ്യി, ഖസിയ്യി എന്ന് പറഞ്ഞാൽ ബഈദ് എന്നാണ് അർത്ഥം. അതായത് മഖഅദൽ ഖസിയ്യി മിന്നി, എന്നിൽ നിന്നും വിദൂരത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് നീ ഇരിക്കുക തന്നെ ചെയ്യും. അതുതന്നെ ദിൽ ഖാദൂറത്തിൽ മഖലിയി, ആ ഖസി വിദൂരത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞല്ലോ, അതുതന്നെ ദിൽ ഖാദൂറത്തി. ഖാദൂറത്ത് എന്ന് പറഞ്ഞാൽ ദുർവൃത്തി എന്നൊക്കെയാണ്, വ്യഭിചാരം, മോശത്തരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദിൽ ഖാദൂറത്തി, മോശത്തരമുള്ള ബഈദായിട്ടുള്ള സ്ഥലത്ത് നീ ഇരിക്കുക തന്നെ വേണ്ടി വരും. അൽ മഖലിയി, മഖലി എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടുന്ന എന്നാണ്.
ഓക്കെ, അതായത് നീ ഇങ്ങനെ വ്യഭിചരിച്ചതാണ് എങ്കിൽ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലുന്നു, പിന്നെ നിന്നെ എനിക്ക് വേണ്ട, നീ പിന്നെ കഴിയേണ്ടി വരുന്നത് ആരാലും വെറുക്കപ്പെടുന്ന വ്യഭിചാര കേന്ദ്രങ്ങളിലാണ് നീ പിന്നീട് ഇരിക്കേണ്ടി വരിക. അല്ല എങ്കിൽ ഔ തഹ്ലിഫി, അല്ലെങ്കിൽ നീ സത്യം ചെയ്യണം. എന്ത്? ബി റബ്ബിക്കൽ അലിയി, ഉന്നതനായിട്ടുള്ള നിന്റെ റബ്ബിനെ കൊണ്ട് നീ സത്യം ചെയ്യണം. എന്ത്? അന്നി അബൂദയ്യാലിക്ക് സ്വാബിയി, അന്നി തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അബൂദയ്യ. ഓക്കെ, ദയ്യ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മുൽ ഇഷാറയാണ്. ഓക്കെ, ദാലിക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ദാ എന്നുള്ളതിൻ്റെ സ്ഥാനത്താണ് ദയ്യ എന്ന് വന്നിട്ടുള്ളത്. പിന്നെ ലിക്കി എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്മുൽ ഇഷാറയിൽ ലാമ് ചേർക്കാറുള്ളത് ബഈദ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്, ബുഅദിൻ്റെ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. കി എന്നുള്ളത് ഖിതാബിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം, അല്ല തൻ്റെ ഭാര്യയോടാണ് പറയുന്നത് എന്നതിനാലാണ് ഇവിടെ ദയ്യാലിക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലും, നീ പിന്നെ ആരാലും വെറുക്കപ്പെടുന്ന വ്യഭിചാര കേന്ദ്രങ്ങളിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ നീ സത്യം ചെയ്ത് പറഞ്ഞോ, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞോ. എന്ത്? അന്നേ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അബൂ ദയ്യാലിക്ക്, ആ ഒരു ദയ്യാലിക്ക് സ്വബിയി, ആ ഒരു കുട്ടിയുടെ ഉപ്പ ഞാൻ തന്നെയാണ് എന്ന് നീ സത്യം ചെയ്ത് പറഞ്ഞോ. ഓക്കെ, അപ്പോൾ നീ വ്യഭിചാരത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ല, ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കുട്ടി തന്നെയാണ് എന്ന് നീ സത്യം ചെയ്ത് പറഞ്ഞോ. അല്ല എങ്കിൽ നിന്നെ ഞാൻ ഒഴിവാക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഏതായാലും ഇവിടെ തഹ്ലീഫി എന്നുള്ള ഖസമിന് ശേഷം അന്നി എന്നും ഇന്നി എന്നും വായിക്കാവുന്നതാണ് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കാരണം ഇവിടെ അബു എന്നുള്ള അതിൻ്റെ ഖബറിൽ ലാമ് വന്നിട്ടില്ല എന്നർത്ഥം. ഏതായാലും ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ആ ഭാര്യ പറഞ്ഞതുകൂടെ നമ്മൾ കേൾക്കണം. വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു സത്യസന്ധനായ കള്ളൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു രൂപത്തിലാണ് ഭാര്യ ഇതിന് മറുപടി പറയുന്നത്. ഇതേ രൂപത്തിൽ തന്നെ ഇതേ റവിയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഭാര്യയും ഇനി ബൈത്ത് പാടുന്നത്. ലവല്ലദീ റദ്ദക യാ സോഫി മാമസ്സനി ബഅദക മിൻ ഇൻസിൻ ഗൈറു ഗുലാമിൻ വാഹിദിൻ ഫാത്തിൻ ബഅദം റഅയ്നി മിൻ ബനി ലുഅയ്യിൻ വആഖറൈനി മിൻ ബനി അദിൻ വഖംസത്തിൻ കാനു അല ത്വാവി വസിത്തത്തിൻ ജാഉ അലൽ ആശിയി വഗൈറു തുർക്കിയും വനസ്റാനിയിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ആ ഭാര്യ മറുപടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെയാണോ ഈ ഒരു കുഞ്ഞിൻ്റെ ഉപ്പയായിട്ടുള്ളത്, അല്ലെങ്കിൽ നീ ആരെയെങ്കിലും മറ്റ് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിലുള്ള മറുപടിയാണ് പറയുന്നത്. ലാ, ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. വല്ലദീ റദ്ദക, നിന്നെ ഇങ്ങോട്ട് മടക്കി അയച്ച റബ്ബ് തന്നെയാണ് സത്യം, ഞാൻ ആരുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. യാ സഫിയെ, എൻ്റെ കൂട്ടുകാരാ. ഓക്കെ, മാ മസ്സനി ബഅദക മിൻ ഇൻസിയൻ, നിങ്ങൾ പോയതിന് ശേഷം ഒരാൾ പോലും എന്നെ തൊട്ടിട്ട് പോലുമില്ല. ഗൈറു ഗുലാമിൻ വാഹിദിൻ ഫാത്തിയൻ, ഓക്കെ, ഒരു യുവാവായിട്ടുള്ള ഒരു കുട്ടിയല്ലാതെ എന്നെ തൊട്ടിട്ടില്ല. അതുതന്നെ അപ്പോൾ ബഅദം റഅയ്നി മിൻ ബനി ലുഅയ്യി, ലുഅയ്യി ഗോത്രത്തിലുള്ള 2 പുരുഷന്മാർക്ക് ശേഷം. അപ്പോൾ ലുഅയ്യി ഗോത്രത്തിലെ 2 പുരുഷന്മാർ ഞാനുമായിട്ട് ആദ്യം ബന്ധപ്പെട്ടു, അതിനുശേഷം ഒരു ഫത്തിയായിട്ടുള്ള ഒരു യുവാവും എന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, വആഖറൈനി മിൻ ബനി അദിയൻ, അദിയ ഗോത്രത്തിലുള്ള മറ്റ് 2 പുരുഷന്മാരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വഖംസത്തിൻ കാനു അല ത്വാവി, പാതിരാത്രിയിൽ വന്നിട്ടുള്ള 5 പേരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വസിത്തത്തിൻ ജാഉ അലൽ ആശിയി, വൈകുന്നേരം മറ്റൊരു 6 ആളുകൾ വന്നിരുന്നു, അവർക്കും ഞാൻ വിരിപ്പൊരുക്കി കൊടുത്തിട്ടുണ്ട്. വഗൈറു തുർക്കിയും വനസ്റാനിയൻ, എന്നുള്ളതുപോലെ ഒരു തുർക്കിക്കാരനും ഒരു നസ്രാനിക്കാരനും ഒരു ക്രിസ്ത്യാനിയും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരല്ലാതെ മറ്റൊരാളും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ മറുപടിയായിട്ട് ആര് പറയുന്നത്? ആ ഭാര്യ പറയുന്നത്. ഏതായാലും ഇത്രയും കേട്ടപ്പോഴേക്ക് എന്ത് ചെയ്തു? ആ അഅറാബി തൻ്റെ ഭാര്യയുടെ വായ അടച്ചു പിടിച്ചു, ഇനിയും കേൾക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ബൈത്ത് മനസ്സിലാക്കി. ഇവിടെ ഔ തഹ്ലിഫി ബി റബ്ബിക്കിൽ അലിയി, അന്നി എന്നും ഇന്നി എന്നും അവിടെ വായിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും നമ്മുടെ ബൈത്തിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഖസമിന് ശേഷം വരുന്ന
ഖസമിന് ശേഷം വരുന്ന ഈ ഹർഫിന് അന്ന എന്നും ഇന്ന എന്നും നൽകണം എന്നാണല്ലോ. അതാണ് അടുത്തത് പറയുന്നത്. വ മുഖ്തള കലാമിൽ മുസന്നിഫി, മുസന്നിഫ് തങ്ങളുടെ കലാമിൽ നിന്ന് മനസ്സിലാകുന്നത്, അതിൻ്റെ തേട്ടം എന്താണ്? അന്നഹു യജൂസ് ഫത്ഹു ഇന്ന വ കസ്റുഹ ബഅദൽ ഖസമി, ഖസമിന് ശേഷമുള്ള ഇന്നക്ക് ഫത്ഹും കസ്റും നൽകൽ ജായിസാണ്. ഇദാ ലം യകുൻ ഫീ ഖബരിഹ ലാമു, അതിൻ്റെ ഖബറിൽ ലാമ് വന്നിട്ടില്ല എങ്കിൽ. അപ്പോൾ സവാഉൻ കാനത്തിൽ ജുംലത്തുൽ മുഖ്സമു ബിഹാ ഫിഅലിയതൻ, സവാഉൻ സമമാണ്, കാനത്തിൽ ജുംലത്തുൽ മുഖ്സമു ബിഹാ ഖസം ചെയ്യപ്പെടുന്ന ജുംലയാകട്ടെ ഫിഅലിയതൻ ഫിഅലിയത്തായിട്ടുള്ള ജുംലയാകട്ടെ, അതായത് അഹ്ലിഫു എന്ന പോലത്തെ ജുംലയാവട്ടെ. വൽ ഫിഅലു ഫിഹാ മൽഫൂളും ബിഹി, ഇനി അതിലുള്ള ഫിഅല് തന്നെ ഉച്ചരിക്കപ്പെടട്ടെ. ഏതുപോലെ? നഹ്വു ഹലഫ്തു ഇന്ന സൈദൻ ഖായിമുൻ എന്ന് പറയുന്നത് പോലെ. ഇവിടെ ഹലഫ്തു എന്നുള്ള ഫിഅലാണ് ഖസമിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്, അതിവിടെ ഉച്ചരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഇന്ന എന്നും അന്ന എന്നും വായിക്കാവുന്നതാണ്. ഔ ഗൈറു മൽഫൂളും ബിഹി, അല്ലെങ്കിൽ ഉച്ചരിക്കപ്പെടാത്ത ഫിഅലാകട്ടെ. ഏതുപോലെ? നഹ്വു വല്ലാഹി ഇന്ന സൈദൻ ഖായിമുൻ. ഓക്കെ, വല്ലാഹി എന്ന് പറയുന്നത് സത്യത്തിൽ വല്ലാഹി ഉഖ്സിമു അല്ലെങ്കിൽ വല്ലാഹി അഹ്ലിഫു എന്നൊക്കെയുള്ള ഒരു ഫിഅൽ കൂടി അവിടെ ഉണ്ട്, അത് ഉച്ചരിക്കപ്പെടുന്നില്ല എന്ന് മാത്രം. ഇങ്ങനെ വന്നാലും അവിടെ ഇന്ന സൈദൻ എന്നും അന്ന സൈദൻ എന്നും വായിക്കാവുന്നതാണ്. ഔ ഇസ്മിയത്തൻ, അല്ലെങ്കിൽ ഇസ്മിയായിട്ടുള്ള ജുംലയാകട്ടെ. നഹ്വു ലഅംറുക, ലഅംറുക ഖസമി എന്നായിരിക്കും അവിടുത്തെ ഒരു സങ്കല്പമുണ്ടാവുന്നത്, അതായത് നീ തന്നെയാണ് സത്യം, ഇന്ന സൈദൻ ഖായിമുൻ എന്നുള്ളിടത്ത് നമുക്ക് ഇന്ന എന്നും അന്ന എന്നും വായിക്കാവുന്നതാണ് എന്നതാണ് മുസന്നിഫ് തങ്ങളുടെ കലാമിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ ഒരു ഖസമിന് ശേഷം ഇന്ന എന്ന് വന്നാൽ മതി എന്നതല്ലാതെ ആ ഖസമ് ഇസ്മിയാവണോ ഫിഅലിയാവണോ എന്നുള്ള ഒരു നിബന്ധനയില്ല. അത് എങ്ങനെ വന്നാലും അവിടെ ഇന്ന എന്നും അന്ന എന്നും ആ ഹംസക്ക് ഫത്ഹും കസ്റും നൽകിയിട്ട് നമുക്ക് വായിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതുള്ളത് മൂന്നാമത്തെ ഒരു സ്ഥലമാണ്. വകദാലിക, ഇപ്രകാരം തന്നെ യജൂസുൽ ഫത്ഹു വൽ കസ്റു, ആ ഇന്ന എന്നുള്ളതിലെ ഹംസക്ക് ഫത്ഹ് നൽകലും കസ്ർ നൽകലും ജായിസാണ്. ഇദാ വഖഅത ഇന്ന, ഇന്ന സംഭവിക്കുകയാണ് എങ്കിൽ ബഅദ ഫാഇൽ ജസാഇ, ഫാഉൽ ജസാഇന് ശേഷം. ഓക്കെ, ഫാഉൽ ജസാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഷർത്ത് വരും, ആ ഷർത്തിൻ്റെ ജവാബിലായിട്ട് നമ്മൾ ഫാ ഉപയോഗിച്ചാൽ അത്തരത്തിലുള്ള ഫാഇനെ കുറിച്ചാണ് നമ്മൾ ഫാഉൽ ജസാ എന്ന് പറയാറുള്ളത്. ഏതുപോലെ? നഹ്വു മൻ യഅ്തിനി ഫഇന്നഹു മുക്റമുൻ, ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്നുള്ള ഒരു ഷർത്താദ്യം പറഞ്ഞു. ഫഇന്നഹു മുക്റമുൻ എന്നുള്ളത് അതിൻ്റെ ജവാബാണ്. അപ്പോൾ ഇന്നഹു മുക്റമുൻ എന്നുള്ളതിനോടൊപ്പം ഫാ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഫാഉൽ ജസാ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന ഇന്ന എന്നും അന്ന എന്നും ആ ഹർഫിനെ നമുക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ന്യായവും നമുക്കറിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ അതേ ന്യായങ്ങൾ തന്നെയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഫൽ കസ്റു, അപ്പോൾ ഇന്ന എന്ന് വായിക്കുന്നത് അലാ ജഅലി ഇന്ന വ മഅമൂലിഹ ജുംലതൻ. ഓക്കെ, ഇന്ന എന്നുള്ളതിൻ്റെയും അതിൻ്റെ രണ്ട് മഅമൂലുകളായ ഹു എന്നും മുക്റമു എന്നുള്ള ഇസ്മിനെയും ഖബറിനെയും ഒരു ജുംല ആക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളതിന് ഇന്ന എന്ന് നൽകുന്നത്. അപ്പോൾ അത് തന്നെ സ്വന്തമായിട്ടൊരു ജുംലയാണ്, ആ ജുംലയുടെ തുടക്കത്തിലാണ് ഈ ഹർഫ് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഉജീബ ബിഹ ഷർത്തു, ആ ഒരു ജുംല കൊണ്ട് മൻ യഅ്തിനി എന്നുള്ള ആ ഷർത്തിന് ഉത്തരം പറയപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന എന്ന് വായിക്കുന്നത്. അപ്പോൾ ഫകഅന്നഹു ഖാല, അപ്പോൾ അത് പറഞ്ഞതുപോലെയാണ് മൻ യഅ്തിനി ഫഹുവ മുക്റമുൻ എന്ന് പറഞ്ഞതുപോലെയാണ്. ആ ഹുവ മുക്റമുൻ എന്നുള്ള ജുംലയുടെ തുടക്കത്തിൽ ഒരു ഇന്ന എന്ന് വന്നുവെന്ന് വെച്ചാൽ മതി. ഓക്കെ, എന്നാൽ വൽ ഫത്ഹു, ഇനി അവിടെ അന്ന എന്ന് വായിക്കാൻ പറ്റുന്നതോ അലാ ജഅലി അന്ന വസിലതിഹ മസ്ദറൻ മുബ്തദഅൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്ന എന്നുള്ളതിനെയും അതിനോട് ചേർന്ന് വരുന്ന ഇസ്മിനെയും ഖബറിനെയും ഒരു മസ്തറാക്കുന്നതിലൂടെയാണ് ഫത്ഹ് സാധ്യമാകുന്നത്. ആ മസ്തർ തന്നെ മുബ്തദഅൻ, അത് മുബ്തദ ആയിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. വൽ ഖബർ മഹ്ദൂഫുൻ, ഖബർ കളയപ്പെട്ടതുമാണ്. ആ ഖബറിനെ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത്? വതഖ്ദീറു മൻ യഅ്തിനി ഫഇക്റാമുഹു മൗജൂദുൻ, ആ മൗജൂദൻ എന്നുള്ള ഖബർ അവിടെ ഉണ്ടായിരുന്നു, അത് കളയപ്പെട്ടതാണ്. ഓക്കെ, എന്ന് മാത്രമല്ല വയജൂസ് അൻ യകൂന ഖബറൻ വൽ മുബ്തദഉ മഹ്ദൂഫൻ, എന്നാൽ ആ മസ്ദറിനെ തന്നെ നമുക്ക് ഖബറാക്കാവുന്നതാണ്. അവിടെ കളയപ്പെട്ട മറ്റൊരു മുബ്തദ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കവിടെ അന്ന എന്ന് വായിക്കാവുന്നതാണ്. വതഖ്ദീറു ഫജസാഉഹുൽ ഇക്റാമു എന്നുള്ള രൂപത്തിൽ നമുക്ക് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഒരു മസ്ദറായിട്ട് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അന്ന എന്നും വായിക്കാം എന്നാണ് ആ ഒരു അവസരത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇപ്രകാരം
ഇന്ന എന്നും അന്ന എന്നും വന്നിട്ടുള്ള ഖിറാഅത്ത് വന്നിട്ടുള്ള ഒരു ആയത്താണ് അടുത്തത് പറയുന്നത്. വമിമ്മാ ജാഅ ബിൽ വജ്ഹൈനി, ഈ രണ്ട് രൂപത്തിലും വന്നതിൽ പെട്ടതാണ് ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗല്. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കതബ റബ്ബുകും അലാ നഫ്സിഹിർ റഹ്മ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ താബ മിൻ ബഅദിഹി വഅസ്ലഹ ഫഇന്നഹു ഗഫൂറുർ റഹീം. അള്ളാഹു തആല പറയുന്നു, കതബ റബ്ബുകും അലാ നഫ്സിഹിർ റഹ്മ, അള്ളാഹു തആല തൻ്റെ നഫ്സിൻ്റെ മേൽ തന്നെ കാരുണ്യത്തെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല വല്ലാത്ത കാരുണ്യവാനാണ്. അന്നഹു, തീർച്ചയായിട്ടും കാര്യം, മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ, അറിയാതെ ആരെങ്കിലും നിങ്ങളിൽ നിന്നും തെറ്റു ചെയ്താൽ, സുമ്മ താബ മിൻ ബഅദിഹി, അതിനുശേഷം തൗബ ചെയ്യുകയും ചെയ്താൽ, വ അസ്ലഹ, അങ്ങനെ നന്നാവുകയും ചെയ്താൽ, ഫഇന്നഹു ഗഫൂറുർ റഹീം, അള്ളാഹു തആല പുറത്തു നൽകുന്നവനാണ് എന്നർത്ഥം. ഇവിടെ ഫഇന്നഹു എന്നുള്ള ആ ഫാ വന്നിട്ടുള്ളത് മൻ അമില മിൻകും സൂഅൻ എന്നുള്ള ഒരു ഷർത്തിൻ്റെ ജവാബായിട്ടാണ്. അല്ല, അതിനെ നമുക്ക് ഫാഉൽ ജസാ എന്ന് വിളിക്കാം. അതിനുശേഷം ഇന്ന എന്ന് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഇന്ന എന്നും അന്ന എന്നും നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് വായിക്കാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഖുരിഅ ഫഇന്നഹു ഗഫൂറുർ റഹീം ബിൽ ഫത്ഹി വൽ കസ്രി. ഓക്കെ, കസ്ർ കൊണ്ടും ഫത്ഹ് കൊണ്ടും ഇന്നഹു എന്നും അന്നഹു എന്നും അവിടെ വായിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഫൽ കസ്ർ, അപ്പോൾ ഇവിടെ കസ്ർ വരുന്നത് അലാ ജഅലിഹ ജുംലതൻ ജവാബൻ ലിമൻ, മൻ എന്നുള്ളതിൻ്റെ ജവാബായിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ജുംലയായിട്ട് ആ ഇന്ന എന്നുള്ള കലിമത്തിനെ ആക്കുന്നതിനനുസരിച്ചിട്ടാണ് കസ്ർ വരുന്നത്. ഓക്കെ, ഇനി ഫത്ഹ വൽ ഫത്ഹു അലാ ജഅലി അന്ന വസിലതിഹ മസ്ദറൻ മുബ്തദഅൻ ഖബറുഹു മഹ്ദൂഫൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഫത്ഹ് സാധ്യമാകുന്നത് എങ്ങനെയാണ്? അന്ന എന്നുള്ളതിനെയും അതിൻ്റെ സിലയെയും ഒരു മസ്ദറായിട്ട് സങ്കല്പിക്കുക, അത് തന്നെ മുബ്തദ ആണെന്ന് വെക്കുക, എന്നിട്ട് അതിൻ്റെ ഖബർ മഹ്ദൂഫ് ആണെന്നും വെക്കുക. വതഖ്ദീറു ഫൽ ഗുഫ്റാനു ജസാഉഹു എന്നുള്ളതാണ്. ഔ അലാ ജഅലിഹ ഖബറൻ ലി മുബ്തദഇൻ മഹ്ദൂഫിൻ, അല്ലെങ്കിൽ എന്തും ചെയ്യാവുന്നതാണ്, ആ കലിമത്തിനെ ഒരു ഖബറായിട്ടും വെക്കാവുന്നതാണ്, കളയപ്പെട്ട ഒരു മുബ്തദഇനിക്കുള്ള. അപ്പോൾ അവിടെ തഖ്ദീർ എന്താണ് വരുന്നത്? വതഖ്ദീറു ഫജസാഉഹുൽ ഗുഫ്റാനു എന്നാണ് വരുന്നത്. എന്ന ഇന്ന എന്നും അന്ന എന്നും വായിക്കാവുന്ന 3 സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 4ാമത്തെ രൂപം നോക്കാം. കിതാബിലേക്ക് നോക്കുക. വകദാലിക, ഇപ്രകാരം തന്നെ യജൂസുൽ ഫത്ഹു വൽ കസ്റു, അന്ന എന്നും ഇന്ന എന്നും വായിക്കാവുന്നതാണ്. അത് ഏത് സന്ദർഭത്തിലാണെന്ന് വെച്ചാൽ നമ്മളൊരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഖൈറുൽ ഖൗലി ഇന്നി അഹ്മദുല്ലാഹ, ഖൈറുൽ ഖൗലി ഏറ്റവും നല്ല സംസാരം എന്നുള്ളത് ഇന്നി അഹ്മദുല്ലാഹ എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഉദാഹരണത്തെക്കുറിച്ചാണ്, അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചാണ് പറയുന്നത്. ഇദാ വഖഅത അന്ന, അന്ന എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന എന്നുള്ള കലിമത്ത് സംഭവിക്കുകയാണെങ്കിൽ ബഅദ മുബ്തദഇൻ, ഒരു മുബ്തദഇന് ശേഷം, നമ്മുടെ ഉദാഹരണത്തിൽ ഖൈറുൽ ഖൗലി എന്നതിന് ശേഷമാണ് ഇന്നി എന്നുള്ള ആ ഒരു കലിമത്ത് വരുന്നത്. ഹുവ ഫിൽ മഅന ഖൗലുൻ, ആ മുബ്തദ തന്നെ എന്താണ്? അതിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഒരു ഖൗലാണ് അല്ലേ? ഖൈറുൽ ഖൗലി, ഏറ്റവും നല്ല ഖൗല് എന്നാണല്ലോ അവിടെ നമ്മൾ മുബ്തദ പറയുന്നത്. അപ്പോൾ ഖൗല് എന്നുള്ള അർത്ഥത്തിലുള്ള മുബ്തദ ആണ് വന്നിട്ടുള്ളത്, അതിന് ശേഷമാണ് ഇന്ന എന്ന് വന്നിട്ടുള്ളത്. വ ഖബറു ഇന്ന, അത് മാത്രമല്ല ഇന്ന എന്നുള്ളതിൻ്റെ ഖബർ എന്താണ്? ഖൗലുൻ, അതും ഒരു തരത്തിലുള്ള സംസാരമാണ്. ഓക്കെ, ഇന്നി അഹ്മദുല്ലാഹ എന്നുള്ളതാണല്ലോ അതിൻ്റെ ഖബർ. ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മ എന്താണ്? ഇന്നി എന്നുള്ള ആ യാ ഉൽ മുത്തകല്ലിമാണ്. അതിൻ്റെ ഖബർ അഹ്മദുല്ലാഹ, അതും എന്ത് തന്നെയാണ്? ഒരു ഖൗലാണ്, ഒരു സംസാരമാണ് എന്നർത്ഥം. വൽ ഖായിലു വാഹിദുൻ, രണ്ടും പറയുന്നത് ഒരേ ആളാണ്. അതായത് ഖൈറുൽ ഖൗലി എന്ന് പറഞ്ഞിട്ട് അഹ്മദുല്ലാഹ എന്ന് രണ്ടും പറയുന്നത് ആര് തന്നെയാണ്? ഒരേ ആളാണ്. എങ്കിൽ അവിടെ നമുക്ക് ഖൈറുൽ ഖൗലി ഇന്നി അഹ്മദുല്ലാഹ എന്നും അന്നി അഹ്മദുല്ലാഹ എന്നും വെക്കാവുന്നതാണ്. നഹ്വു ഖൈറുൽ ഖൗലി ഇന്നി അഹ്മദുല്ലാഹ എന്നുള്ളത് പോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ അന്ന എന്നും ഇന്ന എന്നും വായിക്കുവാനുള്ള ന്യായമാണ് അടുത്തത് പറയുന്നത്. ഒന്ന് നോക്കാം. ഫമൻ ഫതഹ, അപ്പോൾ അന്ന എന്ന് വായിച്ചവർ ജഅല അന്ന വസിലതഹ മസ്ദറൻ, അന്നയെയും അതിനോട് ചേർന്ന് വന്നിട്ടുള്ള ഇസ്മിനെയും ഖബറിനെയും ഒരു മസ്ദറാക്കിയിട്ടുണ്ട്. ഖബറൻ അൻ ഖൈരിൻ, ഖൈർ എന്നുള്ളതിനെ തൊട്ട് ഖബറായിട്ട് വന്നിട്ട്. വതഖ്ദീറു ഖൈറുൽ ഖൗലി ഹംദുല്ലാഹി എന്നുള്ളതാണ്. അപ്പോൾ അഹ്മദുല്ലാഹ എന്നുള്ളതിനെ ഹംദുല്ലാഹി എന്നുള്ള ഒരു മസ്ദറായിട്ട് സങ്കല്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കവിടെ അന്ന എന്ന് വായിക്കാവുന്നതാണെന്നാണ്
ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫഖൈറു എന്നുള്ളത് മുബ്തദ ആണ്, വഹംദുല്ലാഹി എന്നുള്ളത് ഖബറാണ് എന്നർത്ഥം. ഇനി വമൻ കസറ, ഇനി ഇന്ന എന്ന് വായിച്ചവരോ ജഅലഹ ജുംലത്തൻ, ആ ഇന്ന എന്നുള്ളതിനെ അതായത് അതിൻ്റെ സിലയോട് കൂടാക്കിയിരിക്കുന്നു ജുംലത്തൻ ഖബറൻ അൻ ഖൈറു, ഖൈറു എന്നുള്ളതിനെ തൊട്ട് ഖബറായിട്ടുള്ള ഒരു ജുംലയായിട്ടാണ് അവരതിനെ വെക്കുന്നത്. ഏതുപോലെ കമാ തഖൂലു അവ്വലു ഖിറാഅതി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ഓക്കെ, ഞാൻ ഓതിയിട്ടുള്ളത് ആദ്യം എന്താണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയാണ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഫഅവ്വലു എന്നുള്ളത് മുബ്തദ ആണ്, വസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ളത് ജുംലത്തുൻ ഖബറുൻ അൻ അവ്വലു, അവ്വലു എന്നുള്ളതിനെ തൊട്ട് ഖബറായിട്ട് വന്നിട്ടുള്ള ജുംലയാണ് എന്നർത്ഥം. ഇപ്രകാരം തന്നെയാണ് ഖൈറുൽ ഖൗലി ഇന്നി അഹ്മദുല്ലാഹ എന്നുള്ളിടത്തും ഖൈറുൽ ഖൗലി മുബ്തദ ആണ്, വ ഇന്നി അഹ്മദുല്ലാഹ എന്നുള്ളത് അതിൻ്റെ ഖബറാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഒരു ഖബർ ജുംലയായിട്ട് വരികയാണ് എങ്കിൽ അവിടെ മുബ്തദയിലേക്ക് മടങ്ങുന്ന ഒരു റാബിത്ത് വേണമെന്ന്, അല്ലേ? എന്നാൽ ആ റാബിത്തിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ട് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതിലേക്കുള്ള ഒരു സൂചനയാണ് അടുത്തത് പറയുന്നത്. വലാ തഹ്താജു ഹാദിഹിൽ ജുംലത്തു, ഈ ഇന്നി അഹ്മദുല്ലാഹ എന്നുള്ള ഖബർ അതിന് ആവശ്യമില്ല ഇലാ റാബിത്തിൻ, ഒരു റാബിത്തിലേക്ക് ആവശ്യമില്ല, മുബ്തദയിനോട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ആവശ്യമില്ല. കാരണം എന്താ? ലിഅന്നഹ നഫ്സുൽ മുബ്തദഇ ഫിൽ മഅന, കാരണം അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ മുബ്തദ തന്നെയാണ് ഇവിടുത്തെ ഖബർ എന്നുള്ള ജുംലയും വന്നിട്ടുള്ളത്. അത് ഏതുപോലെയാണ്? ഫഹിയ മിസ്ലു നുതഖില്ലാഹു ഹസ്ബി എന്നുള്ളത് പോലെ തന്നെയാണ്. നുതഖി അള്ളാഹു ഹസ്ബി എന്നുള്ള ഒരു ജുംല നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഖബർ ജുംലയായിട്ട് വരികയാണെങ്കിൽ അതിൽ നിന്ന് മുബ്തദയിലേക്ക് മടങ്ങുന്ന എന്തെങ്കിലും ഒരു റാബിത്ത് വേണം. അതെന്താകാം? അത് തക്റാറാകാം, അല്ലെങ്കിൽ ലമീർ ആകാം എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. എന്നുള്ളത് പോലെയുള്ള മറ്റൊന്നായിരുന്നു എന്ത്? രണ്ടിൻ്റെയും അർത്ഥം സെയിമാവുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ നുതഖി എന്നുള്ള മുബ്തദയിൻ്റെ അതേ അർത്ഥം തന്നെയാണ് അള്ളാഹു ഹസ്ബി എന്നുള്ളതിനുള്ളത്. അതായത് എൻ്റെ സംസാരം എന്നാണ് നുതഖി എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ആ എൻ്റെ സംസാരം തന്നെയാണ് അള്ളാഹു ഹസ്ബി എന്ന് പറഞ്ഞാലും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഖൈറുൽ ഖൗലി, ഏറ്റവും നല്ല സംസാരം എന്നാണ് മുബ്തദ വന്നിട്ടുള്ളത്. ഇന്നി അഹ്മദുല്ലാഹ എന്നു തന്നെയാണ് ആ സംസാരം എന്നർത്ഥം. ഓക്കെ, ഏതായാലും വമസ്സല സീബവൈഹി ഹാദിഹിൽ മസ്അലത, ഈ ഒരു വിഷയത്തെ സീബവൈഹി ഇമാം ഉദാഹരിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഖൗലായിട്ട് ഖൗല് എന്ന അർത്ഥത്തിലുള്ള മുബ്തദ വരുന്നു, അതിൻ്റെ ഖബറായിട്ട് എന്ത് വരുന്നു? ഇന്ന എന്ന് വെച്ചിട്ടുള്ള ജുംല വരുന്നു. ആ ജുംലയിൽ തന്നെയുള്ള ഖബർ എന്താണ്? ഖൗലാകുന്നു. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സീബവൈഹി ഇമാം ഉദാഹരിച്ചിട്ടുള്ളത് ബിഖൗലിഹി, സീബവൈഹി ഇമാമിൻ്റെ ഖൗല് കൊണ്ടാണ്. അവ്വലു മാ അഖൂലു അന്നി അഹ്മദുല്ലാഹ എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അന്നി അഹ്മദുല്ലാഹ എന്നുള്ളതാണ്. ഏതായാലും ഇവിടെയും നമുക്ക് അത്തരത്തിലുള്ള വിശേഷണങ്ങൾ കാണാം. മുബ്തദഇൽ ഖൗലി എന്നുള്ള ഒരു അർത്ഥമുണ്ട്, അഹ്മദുല്ലാഹ എന്നുള്ള അന്നിയുടെ ഖബറും എന്ന് തന്നെയാണ് ഖൗലാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ വഖറജൽ കസറ, ഇവിടെ കസറിനെ സീബവൈഹി ഇമാം പുറപ്പെടുവിച്ചു. ഇവിടെ ഇന്നി എന്ന് വായിച്ചു. അലൽ വജ്ഹിൽ ലദീ തഖദ്ദമ ദിക്റുഹു, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ്. ഓക്കെ, വഹുവ, അതെന്താണ്? അന്നഹു മിൻ ബാബിൽ ഇഖ്ബാരി ബിൽ ജുമലി, അത് ജുംല കൊണ്ട് ഖബർ പറയുന്നു എന്നുള്ള ബാബിൽപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ അവ്വലു മാ അഖൂലു എന്നുള്ള മുബ്തദയിൻ്റെ ഖബറായിട്ടാണ് അന്നി അഹ്മദുല്ലാഹ എന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു ജുംലയാണല്ലോ എന്നുള്ള രീതിയിലാണ് ഇന്നി എന്ന് സീബവൈഹി ഇമാം വായിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നാൽ വഅലൈഹി ജറാ ജമാഅത്തു മിനൽ മുതഖദ്ദിമീന വൽ മുതഅഖിരീന, മുൻകാല പണ്ഡിതന്മാരും പിൽക്കാല പണ്ഡിതന്മാരും അടങ്ങുന്ന ധാരാളം പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായത്തിൻ്റെ മേലിലാണ് അത് പിടിച്ചിട്ടുള്ളത്. കൽ മുബറദി വ സജ്ജാജി വ സൈറാഫി വ അബീ ബക്കർ ഇബ്നു ത്വാഹിർ വ അലൈഹി അക്സറു നഹ്വിയീന. അപ്പോൾ ഇവിടെയൊക്കെ ഇന്നി എന്നായിട്ട് വായിക്കുന്നതാണ് കൂടുതൽ പ്രബലം എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇന്ന എന്നും അന്ന എന്നും വായിക്കാവുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ 4 രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതേ കാര്യം തന്നെയാണ് ബൈത്തിലും നമുക്ക് പറയാനുള്ളത്. ബൈത്തുന്ന വെച്ച് നോക്കാം. ഓക്കെ, ബഅദ ഇദാ ഫുജാഅത്തിൻ, പൊടുന്നനെ എന്ന അർത്ഥത്തിലുള്ള ഫുജാഅത്തിൻ്റെ ഇദാ എന്നുള്ളതിന് ശേഷം, ഔ ഖസമിൻ ലാ ലാമ ബഅദഹു, അല്ലെങ്കിൽ ലാമ് ശേഷം വരാത്ത ഖസമിന് ശേഷവും ബിവജ്ഹൈനി നുമി, 2 രൂപത്തിലും ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നുമി എന്ന് പറഞ്ഞാൽ
ഇന്ന എന്നുള്ളതിലെ ഹംസ ആ രണ്ട് രൂപത്തിലും ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന എന്നും അന്ന എന്നും വായിക്കാവുന്നതാണ്. മഅ്തിൽവി ഫൽ ജസാ. ഓക്കെ, ഫാ ഉൽ ജസാഇന് ശേഷത്തോടു കൂടെയും എന്ന് പറഞ്ഞാൽ ഫാ ഉൽ ജസാഇന് ശേഷമാണെങ്കിലും ബിവജ്ഹൈനി നുമി എന്നർത്ഥം എന്നുള്ളതുപോലെ വദായത്വരിദു ഇങ്ങനെ രണ്ട് രൂപത്തിലും വായിക്കാം എന്നുള്ള കാര്യം മുത്തരിദായി വന്നിട്ടുണ്ട്. പണ്ഡിതന്മാരെല്ലാം യോജിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? ഫീ നഹ്വി ഖൈറുൽ ഖൗലി ഇന്നി അഹ്മദു. ഖൈറുൽ ഖൗലി ഇന്നി അഹ്മദു പോലോത്ത ജുംലകളിൽ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഇന്ന എന്നും അന്ന എന്നും വായിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ കഴിയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.